Hello my dear students, welcome to Learner's World. In this video I talk about Nightwalkers and Mystery Mongers, Sense and Nonsense at the Edge of Science, written by Carl Sagan, Part 1. It is a feature written by Carl Sagan for the Skeptical Inquirer in 1986. It talks about how a majority of people believe in pseudoscience. It talks about the marvels of science realized in recent years and how these facts are much more compelling than the pseudosciences. He emphasizes on the need to create scientific evidence against all the phenomena in order to analyze its credibility. Okay, let's move on to the introductory part of the author Carl Sagan. Carl Sagan born in 1934 in Brooklyn, New York. അദ്ദേഹം ന്യൂയോർക്കിലുള്ള ബ്രൂക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിൽ 1934 ബോൺ ചെയ്തത്. ഹി വാസ് എൻ അമേരിക്കൻ ആസ്ട്രോണമർ, കോസ്മോളജിസ്റ്റ്, ആസ്ട്രോഫിസിസ്റ്റ്, ആസ്ട്രോബയോളജിസ്റ്റ്, author, science popularizer and science communicator in astronomy and other natural sciences. He published more than 600 scientific papers and articles. അദ്ദേഹം മോർ ദാൻ 600 സയൻറ്റിഫിക് പേപ്പേഴ്സ് ആൻഡ് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് ദ ഓതർ, co-author ആൻഡ് എഡിറ്റർ ഓഫ് മോർ ദാൻ 20 ബുക്സ്. അതുപോലെ അദ്ദേഹം മോർ ദാൻ 20 ബുക്സ് അദ്ദേഹം ഓതറായിട്ടുണ്ട്, co-author ആൻഡ് എഡിറ്റർ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹി വാസ് co-author ആൻഡ് നരേറ്റർ ഓഫ് ദ അവാർഡ് വിന്നിംഗ് 1980 ടെലിവിഷൻ സീരീസ് കോസ്മസ് എ പേഴ്സണൽ വോയാജ്. അപ്പോൾ 1980 ഒരു ടെലിവിഷൻ സീരീസ് ആയിട്ടുള്ള കോസ്മസ് എ പേഴ്സണൽ വോയാജ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഓതറും നരേറ്ററും ഒക്കെ കാൾ സഗാൻ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ഹി വാസ് ദ പയനിയർ ഓഫ് എക്സോബയോളജി, ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പോസിബിലിറ്റി ആൻഡ് ലൈക്ലി നേച്ചർ ഓഫ് ലൈഫ് ഓൺ അതർ പ്ലാനറ്റ്സ് ഓർ ഇൻ സ്പേസ്. അദ്ദേഹം എക്സോബയോളജിയുടെ ഒരു തുടക്കക്കാരനായിരുന്നു. എക്സോബയോളജി മീൻസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പോസിബിലിറ്റി ആൻഡ് ലൈക്ലി നേച്ചർ ഓഫ് ലൈഫ് ഓൺ അതർ പ്ലാനറ്റ്സ് ഓർ ഇൻ സ്പേസ്. എക്സോബയോളജി എന്ന് പറഞ്ഞാൽ അതായത് ഈ പ്ലാനറ്റ്സിലും സ്പേസിലൊക്കെ ആളുകളുണ്ടോ എന്നതിനെ കുറിച്ചിട്ട് ഒരു പഠനം നടത്തുന്ന ഒരു ശാസ്ത്രശാഖയായിരുന്നു. അതായത് അവിടെ സ്പേസിലും പ്ലാനറ്റുകളിലും ഒക്കെ ആളുകളുണ്ടോ, ആ ആളുകളുടെ നേച്ചർ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പഠനം നടത്തുന്ന ഒരു ശാസ്ത്രശാഖയായിരുന്നു എക്സോബയോളജി എന്നുള്ളത്. ഹി പ്രൊമോട്ടഡ് ദ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് ആൻഡ് ഹി സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ആസ് എ പ്രൊഫസർ ഓഫ് ആസ്ട്രോണമി അറ്റ് കോണൽ യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്തിരുന്നത് കോണൽ യൂണിവേഴ്സിറ്റിയിലുള്ള കോണൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറായിട്ടായിരുന്നു, ആസ്ട്രോണമിയിൽ പ്രൊഫസറായിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹി മാരീഡ് 3 times ആൻഡ് ഹാഡ് 5 children ആൻഡ് ഹി ഡൈഡ് ഇൻ 1996. ആൻഡ് ഹിസ് വർക്ക്സ് The Dragon of Eden, it published in 1977, and Broca's Brain, it published in 1979, and Pale Blue Dot, it published in 1994, and Contact, it published in 1985. And his awards and honors: NASA Distinguished Public Service Medal and National Academy of Science Public Welfare Medal and Pulitzer Prize for General Nonfiction for his book The Dragons of Eden. അദ്ദേഹത്തിൻ്റെ ഒരു നോൺ ഫിക്ഷണൽ വർക്കാണ് ദ ഡ്രാഗൺസ് ഓഫ് ഈഡൻ. അതിന് അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 2 Emmy Awards and Peabody Award. Nightwalkers and Mystery Mongers, Sense and Nonsense at the Edge of Science is a feature that appeared in the 10th volume of the Skeptical Inquirer in 1986. അപ്പോൾ ഈ ഒരു നൈറ്റ് വാക്കേഴ്സ് ആൻഡ് മിസ്റ്ററി മോങ്കേഴ്സ് എന്നുള്ളത് ഒരു ഫീച്ചറാണ്, അതായത് ഒരു ലേഖനമായിരുന്നു. അത് ഒരു ജേണലായിട്ടുള്ള സ്കെപ്റ്റിക്കൽ ഇൻക്വയറർ എന്ന് പറഞ്ഞിട്ടുള്ള ജേണലിലാണ് അത് ആദ്യം വരുന്നത്. 1986 അത് വരുന്നത്. അതായത് ഈ സ്കെപ്റ്റിക്കൽ ഇൻക്വയറർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജേണലിൽ 10th വോള്യൂമായിട്ടാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്. Skeptical Inquirer is the official journal of the Committee for Skeptical Inquiry that publishes 6 times per year critical scientific evaluations of all the manners of controversial and extraordinary claims. അപ്പോൾ ഈ ഒരു സ്കെപ്റ്റിക്കൽ ഇൻക്വയറർ എന്ന് പറയുന്നത് ആ ഒരു സ്കെപ്റ്റിക്കൽ ഇൻക്വയറി കമ്മിറ്റിയുടെ ഒരു ഒഫീഷ്യൽ ജേണലാണെന്നാണ് പറയുന്നത്. ഇത് ഒരു കൊല്ലത്തിൽ 6 പ്രാവശ്യം ഇത് പബ്ലിഷ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്, അതായത് അസാധാരണമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും അതുപോലെ വാഗ്വാദങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
Sagan wanted scientists to spend more time discussing issues related to science and superstition. അപ്പോൾ സഗാൻ ഇതിൽ പറയുന്നത്, സയൻറ്റിസ്റ്റിനോട് പറയുന്നത് കൂടുതൽ സമയം സയൻസ് റിലേറ്റഡ് സബ്ജക്ട്സ് ഡിസ്കസ് ചെയ്യണം, അതുപോലെ സൂപ്പർസ്റ്റീഷ്യസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ തോട്ട് ദ ബെസ്റ്റ് ആൻറ്റിഡോട്ട് ഫോർ സ്യൂഡോ സയൻസ് ഈസ് റിയൽ സയൻസ്. അപ്പോൾ സഗാൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്യൂഡോ സയൻസിന് ഒരു മറുമരുന്ന്, ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് റിയൽ സയൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഐ കൺക്ലൂഡ് ഹിയർ. ഐ വിൽ ഡിസ്കസ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ essay Night Walkers and Mystery Mongers in our upcoming videos. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.